Welcome back to my YouTube channel. So today we are going to discuss Jan 25 important topics for the paper strategic management. Okay, Anada? Yes. So without wasting much time, let's move on to the video. So chapter 1. Chapter 1. ഈ chapter 1 എന്തൊക്കെ ടോപ്പിക്സ് ആണ് നിങ്ങൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത്? ഓക്കെ, കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ, സ്ട്രാറ്റജി, പ്രൊആക്റ്റീവ്, റിയാക്റ്റീവ്. സ്ട്രാറ്റജിയിൽ പ്രൊആക്റ്റീവ് റിയാക്റ്റീവ് ആണ് ഫസ്റ്റ് ടോപ്പിക് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പൊ പ്രൊആക്റ്റീവ് റിയാക്റ്റീവ് നിന്നുള്ള കേസ് സ്റ്റഡീസ് ഒക്കെ ഒന്ന് നോക്കാം. നമ്മുടെ ക്വസ്റ്റൻ ബാങ്കിനകത്ത് ഒരുപാട് കേസ് സ്റ്റഡീസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ക്വസ്റ്റൻ ബാങ്കിനകത്തുള്ള ക്വസ്റ്റൻസ് ഒന്ന് കവർ ചെയ്താൽ മതി. That's it. Okay. Then moving on to the next topic, strategic management, limitations and objective. Sir, what about importance? See, importance has been asked in May 24. For September 24, no question has been asked from this particular topic. So as per my assumption, if at all they are going to ask, that would be limitation. Limitation, I am expecting a case study kind of question. See, മക്കളെ case study kind of question വന്നാൽ ലിമിറ്റേഷൻസിന്റെ നിങ്ങൾ പഠിച്ചു വെച്ച സംഭവം ഉണ്ടാവും, അത് തന്നെ എഴുതി വെച്ച മാർക്ക് കിട്ടില്ല. അത് കേസ് സ്റ്റഡിയുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് വേണം എഴുതാനുണ്ട്. നെക്സ്റ്റ് വൺ, ഒബ്ജക്റ്റീവ്സ്. ഐ ഹോപ്പ് യു നോ ഒബ്ജക്റ്റീവ്, CACES ഓർക്കുന്നുണ്ടല്ലോ? യെസ് സർ. പിന്നെ സ്ട്രാറ്റജിക് ഇന്റന്റ്, ഇത് ഒരുപാട് കാലമായിട്ട് ചോദിക്കാതിരുന്നൊരു ടോപ്പിക്കാണ്. സോ ദാറ്റ്സ് എ ഹൈ പോസിബിലിറ്റി ഈ ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, പിന്നെ ഇന്റന്റ് ഓഫ് ദ വിഷൻ, വാല്യൂസ്. വിഷനും വാല്യൂസ് ആണ് ഞാൻ കൂടുതലും എക്സ്പെക്ട് ചെയ്യുന്നത്. മിഷനിൽ നിന്നും ഞാൻ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്നില്ല, സിൻസ് മിഷൻ ഹാസ് ബീൻ ആസ്ക്ഡ് ഇൻ May 24. If at all they are going to ask from mission, അത് things to be keep in mind while you are writing a mission. ഒരു 3 പോയിന്റ് ഉണ്ട് അല്ലെ, ആ 3 പോയിന്റ് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് മിഷൻ ഓൾറെഡി ആസ്ക്ഡ് ഇൻ May 24. ഐ എം നോട്ട് എക്സ്പെക്ടിങ് എ ക്വസ്റ്റ്യൻ ഫ്രം മിഷൻ. ഇഫ് അറ്റ് ഓൾ they are asking, അത് ഇതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അസംഷൻ. ഓക്കെ, നെക്സ്റ്റ് കംസ് നെറ്റ്വർക്കിംഗ് റിലേഷൻഷിപ്പ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. നെറ്റ്വർക്കിംഗ് റിലേഷൻഷിപ്പ് ഐ എം എക്സ്പെക്ടിങ് എ ക്വസ്റ്റ്യൻ. മോസ്റ്റ്ലി ഒരു കേസ് സ്റ്റഡി കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ ആണോടാ? യെസ്. ദെൻ 3 ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. ഐ എം പക്ക ഷുവർ ഐ എം എക്സ്പെക്ടിങ് വൺ ക്വസ്റ്റ്യൻ ഫ്രം 3 ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. ഒന്നെങ്കിൽ കോർപ്പറേറ്റ് ലെവൽ, അല്ലെങ്കിൽ ബിസിനസ് ലെവൽ, അല്ലെങ്കിൽ ഫംഗ്ഷണൽ ലെവൽ. അതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് കോർപ്പറേറ്റും ഫംഗ്ഷണൽ ലെവലുമാണ്. So this is all about my top chapter number 1. Chapter number 1, you have to make sure you are so good in these particular topics. സോ ചാപ്റ്റർ 1 പഠിക്കുന്ന സമയത്ത് ഈ ടോപ്പിക്സ് പ്രയോറിറ്റൈസ് ചെയ്യാം. ഈ ടോപ്പിക്സ് പ്രയോറിറ്റൈസ്, നമ്മൾ ഇതിനകത്ത് ഒരുപാട് ടോപ്പിക്സ് മിസ്സാക്കിയിട്ടുണ്ട്. അത് ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, അതും ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഇതിനൊന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കും. ഇതാണ് എന്റെ അസംഷനകത്ത്. ചാപ്റ്റർ 1 നിന്നും ഈ 6 ടോപ്പിക്സിൽ നിന്നൊരു ചോദ്യമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ ആണോടാ? യെസ്. Then moving on to chapter 2. Sir, chapter 2 ഒരുപാട് ടോപ്പിക്സ് ഉണ്ടല്ലോ സർ. യെസ്, ചാപ്റ്റർ 2 ആൻഡ് ചാപ്റ്റർ 5 ആസ് യു ഓൾ നോ ഇറ്റ്സ് ലെങ്തി ചാപ്റ്റർ ആണ് അല്ലെ. സോ ഇതിനകത്ത് ഞാൻ മോസ്റ്റ് ഈവൻ ഫ്രം ദിസ് 10 ടോപ്പിക്സ് I will be prioritizing and giving you. Okay, ഇതിനകത്ത് നിന്നും ഞാൻ കുറച്ച് പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് പ്രയോറിറ്റി ഫ്രം ചാപ്റ്റർ 2 ഇസ് പെസ്റ്റൽ അനാലിസിസ്. സോ ദോസ് ഹു ആർ പ്ലാനിങ് ടു സ്കിപ്പ് ചാപ്റ്റർ 2, പ്ലീസ് മേക്ക് ഷുവർ യു ആർ ഡൂയിങ് ദിസ് ടോപ്പിക്സ്. പെസ്റ്റൽ അനാലിസിസ് എന്തായാലും ചെയ്യണം. ഓക്കെ, പിന്നെ ഇന്റർനാഷണലൈസേഷനകത്ത് ഇന്റർനാഷണൽ എൻവയറൺമെന്റ് അസസ്മെന്റ് ഉണ്ട്. ഓക്കെ, മൾട്ടിനാഷണൽ അസസ്മെന്റ്, പിന്നെ എന്താണ് കൺട്രി, റീജിയണൽ, ആ ഒരു ടോപ്പിക് നന്നായിട്ട് പഠിച്ചു വെച്ചോ, അത് ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് എന്റെ സെക്കൻഡ് പ്രയോറിറ്റി. ഓക്കെ, മൈ തേർഡ് പ്രയോറിറ്റി ഇസ് ദിസ് വൺ, കസ്റ്റമർ ബിഹേവിയർ. ഇത് May 24 ആർട്ടിക്കിൾ ഒരു വെടിക്കെട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു കേസ് സ്റ്റഡി. ഒരു ടെക് സാവി കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ട് ഒരു സ്മാർട്ട് ഫോണിന്റെ മാനേജർ എന്ന രീതിയിൽ നിങ്ങൾ എങ്ങനെയാണ് അതിന്റെ കസ്റ്റമർ ബിഹേവിയർ എന്നൊക്കെ പറഞ്ഞൊരു ചോദ്യമുണ്ട്. വേറെ ലെവൽ ക്വസ്റ്റ്യൻ. നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് വാങ്ങിയിട്ടുള്ള അതിനകത്ത് ഓൾറെഡി ആ ക്വസ്റ്റ്യൻ കവേർഡ് ആണ്. നോ നീഡ് ടു റെഫർ ദാറ്റ് RTP MTP ആൻഡ് ഓൾ. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് ഓൾറെഡി ഇത് കവേർഡ് ആണ്. ഓക്കെ, യെസ്, ദാറ്റ് ഈസ് മൈ തേർഡ് ഇമ്പോർട്ടൻറ്റ്. ഫോർത്ത് ഇമ്പോർട്ടൻറ്റ് ഇസ് സ്ട്രാറ്റജിക് അനാലിസിസ്. ഇതാണ്, ഇഫ് അറ്റ് ഓൾ യു ആർ ഗോയിങ് ടു സ്കിപ്പ് ചാപ്റ്റർ 2, ഈ 4 ടോപ്പിക് എങ്കിലും നിങ്ങൾ ദയവ് ചെയ്ത് ചെയ്യണം. ഓക്കെ, ഇഫ് യു ആർ പ്ലാനിങ് ടു ഡു ചാപ്റ്റർ 2, make sure you prioritize all these 10 points. ഇതിനകത്ത് ഒരുപാട് ടോപ്പിക്സ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. സി, ചാപ്റ്റർ 2 ഇത് മാത്രമല്ല, ഇതിൽ കൂടുതൽ ടോപ്പിക്സ് ഉണ്ട്. ഇതിലാകെ ഞാൻ 10 ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, സോ then comes പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. ഐ എം നോട്ട് എക്സ്പെക്ടിങ്, ബട്ട് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ ചോദിച്ചിട്ട് കുറച്ചായിട്ടുണ്ട്. സോ അതുകൊണ്ട് ഞാൻ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ ചോദിക്കുന്നുണ്ടെങ്കിൽ തന്നെ 2 രീതിയിൽ ചോദിക്കും. ഒന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും, അല്ലെങ്കിൽ അവർ പറയും നമ്മുടെ പ്രോഡക്റ്റ് ഓൾമോസ്റ്റ് സെയിൽസ് സ്റ്റേഗ്നന്റ് ആയിട്ടുണ്ട്, കോമ്പറ്റീഷൻ ടഫ് ആയിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇത് ഏത് സ്റ്റേജ് ആണ്, ആ സ്റ്റേജിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുക, അങ്ങനെയൊക്കെ ചോദിക്കും. സോ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ ചോദിച്ചാൽ മേക്ക് ഷുവർ യു ഡ്രോ ദ ഡയഗ്രാം ഈസ് മസ്റ്റ്. ഓക്കെ ആണോടാ? യെസ്. Porter's 5 forces model. Porter's 5 forces is one of the topic which repeatedly they used to ask. പക്ഷേ Porter's 5 forces, threat of new entrants, already asked in September 24. So new entrants I'm not expecting for Jan 25. Remaining topic, bargaining power of buyers, bargaining power of customers, rivalry among the industries, threat of substitutes. ഈ 4 ടോപ്പിക് നന്നായിട്ട് പഠിച്ചിട്ട് പോകണം. ഈ 4 ടോപ്പിൽ കേസ് സ്റ്റഡീസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതിൽ റൈവൽറി among the എക്സിസ്റ്റിംഗ് പ്ലേയേഴ്സ്, അതിനകത്തും ഒരുപാട് പോയിന്റ്സ് ഉണ്ട് അല്ലെ.
ലൈക്ക് ഫിക്സഡ് കോസ്റ്റ്, എക്സിറ്റ് ബാരിയർ എന്നൊക്കെ പറഞ്ഞ കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. സോ ആ ടോപ്പിക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ശേഷം മാത്രം മുന്നോട്ടേക്ക് പോവുക. ഓക്കെ ആണോ? യെസ്. എക്സ്പീരിയൻസ് കർവ് ഞാൻ വിചാരിക്കുന്നില്ല ചോദിക്കുന്നു, പക്ഷെ അത് ഒരുപാട് കാലമായി ചോദിച്ചിട്ട് അതുകൊണ്ട് വെച്ചു എന്ന് മാത്രം. ഇൻ കേസ് എക്സ്പീരിയൻസ് കർവ് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഡയഗ്രാം ഈസ് മസ്റ്റ്. ഓക്കെ, ഡയഗ്രാം നിർബന്ധമായിട്ട് പഠിക്കുക. ഓക്കെ ആണോടാ? യെസ് സർ. പിന്നെ കോമ്പറ്റീറ്റീവ് ലാൻഡ്സ്കേപ്പിന്റെ സ്റ്റെപ്പ്, വെരി സിമ്പിൾ ടോപ്പിക് അല്ലെ? കോമ്പറ്റീറ്റീവ് ലാൻഡ്സ്കേപ്പിന്റെ സ്റ്റെപ്പ് യു റിമെമ്പർ, ഐഡന്റിഫൈ ദ കോമ്പറ്റീറ്റർ, അണ്ടർസ്റ്റാൻഡ് ദ കോമ്പറ്റീറ്റേഴ്സ്, ഡിറ്റർമിൻ ദിയർ സ്ട്രെങ്ത്, ഡിറ്റർമിൻ ദിയർ വീക്ക്നെസ്, പുട്ട് ഓൾ ദി ഇൻഫർമേഷൻ ടുഗദർ. ആ ടോപ്പിക്. ഓക്കെ. KSF ഒരുപാട് കാലമായിട്ട് ചോദിച്ചിട്ട്, ആസ് വെൽ ആസ് അട്രാക്റ്റീവ്നെസ് ഓഫ് ഇൻഡസ്ട്രി. ഓക്കെ, KSFനകത്ത് സ്റ്റെപ്സ് ടു ഐഡന്റിഫൈ KSF എന്ന ടോപ്പിക് ഉണ്ട്, ഒരു 3-4 പോയിന്റ് ഉണ്ട്, അത് പഠിച്ചാൽ മതി. ഓക്കെ, സി ഞാൻ നിങ്ങൾക്ക് ചാപ്റ്റർ 2, ദോസ് ആർ പ്ലാനിങ് ടു സ്കിപ്പ് ചാപ്റ്റർ 2, ജസ്റ്റ് ഡു വൺ തിങ്. നമ്മുടെ ചാർട്ട് ബുക്ക് ഉണ്ട്, ചാർട്ട് ബുക്കിനകത്ത് ഐ തിങ്ക് ഒരു 2 to 3 പേജസിനകത്ത് ചാപ്റ്റർ 2 ഫുള്ളി കവർ ചെയ്തിട്ടുണ്ട്. ചാർട്ട് ബുക്ക് ഈസ് മോർ ദാൻ ഇമ്പോർട്ടൻറ്റ്, മോർ ദാൻ സഫീഷ്യന്റ്. ചാർട്ട് ബുക്ക് ഈസ് മോർ ദാൻ സഫീഷ്യന്റ്. ചാർട്ട് ബുക്ക് തന്നെ മതി, വേറെ ഒന്നും വേണ്ട. സേ ഫോർ എക്സാമ്പിൾ, എവിടെയാണ് ചാർട്ട് ബുക്കിലേക്ക് എടുക്കുന്നത്? ഈ ചാർട്ട് ബുക്ക് മതി നിങ്ങൾക്ക്. ചാപ്റ്റർ 2 പഠിക്കാൻ നിങ്ങൾക്ക് ചാർട്ട് ബുക്ക് മതി. ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കും ഉണ്ട്. നോക്കി, ഇന്റർനാഷണൽ എൻവയൺമെന്റ്, ഈ ടോപ്പിക്കാണ് ഞാൻ പറയും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഈ ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കുക. അതേപോലെ തന്നെ ഇതും. ഓക്കെ, ഇന്റർനാഷണൽ സ്ട്രാറ്റജിക് പ്ലാനിംഗ് ടോപ്പിക്. ഓക്കെ, പെസ്റ്റൽ അനാലിസിസ്. ഓക്കെ, ഇവിടെ തന്നെ പഠിച്ചത് കൂടുതൽ കുറേ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണെങ്കിൽ ഇവിടെ നിന്ന് പഠിച്ചാൽ മതി. ഓക്കെ, പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. ഓക്കെ, വാല്യൂ ചെയിൻ അനാലിസിസ് ഐ എം നോട്ട് എക്സ്പെക്ടിങ്. പ്രോഡക്റ്റ് ഐ എം നോട്ട് എക്സ്പെക്ടിങ് ബിക്കോസ് ഇത് May 24 ചോദിച്ചിട്ടുണ്ട്, ഇത് September 24 ചോദിച്ചിട്ടുണ്ട്. വാല്യൂ ക്രിയേഷൻ ഞാൻ അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നില്ല, പക്ഷെ വേണമെങ്കിൽ ഇതൊന്ന് ഓർത്ത് വെച്ചു, PVC. ഓക്കെ, യെസ്. പിന്നെ പോർട്ടസ് 5 ഫോഴ്സ് ഇതന്നെ പഠിച്ചാൽ മതി, വേറെ ഒന്നും വേണമെന്നില്ല. അട്രാക്റ്റീവ്നെസ് ഓഫ് ഇൻഡസ്ട്രി ഇവിടെയുണ്ട്, എക്സ്പീരിയൻസ് കർവ്, പിന്നെ എന്താണ് കോമ്പറ്റേറ്റീവ് ലാൻഡ്സ്കേപ്പ് സ്റ്റെപ്സ്, KSF ഇതന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഓക്കെ, സോ ഓൾ ടുഗദർ എത്ര പേജ് ഉണ്ട്? 1 2 3 4, 4 പേജിനകത്ത് ഞാൻ കംപ്ലീറ്റ് ചാപ്റ്റർ 2 ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഇഫ് യു ആർ സ്കിപ്പിംഗ് ദിസ് ടോപ്പിക് യു ഡിസേർവ് സംതിങ്. ഓക്കെ, അടി കിട്ടും നിങ്ങൾക്ക്. ഓക്കെ ആണോടാ? യെസ്. എവിടെ പോയടാ നമ്മുടെ ഇതല്ലേ? ചാപ്റ്റർ 2. ദെൻ ചാപ്റ്റർ 3, സോ സിമ്പിൾ, സ്മോൾ ചാപ്റ്റർ, ചെറിയ ചാപ്റ്റർ ആണല്ലേ ചാപ്റ്റർ 3. യെസ്. അപ്പൊ ചാപ്റ്റർ 3നകത്ത് എന്തൊക്കെ ടോപ്പിക്സ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഒബ്വിയസ്ലി ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ഇസ് മെൻഡലോസ് മെട്രിക്സ്. So Mendel's matrix, you can see question in MTPs and RTPs for the last 2 attempts. MTP, RTP question ഉണ്ട്, പക്ഷേ ഇതൊരു എക്സാമിന് ചോദിച്ചിട്ടില്ല. So I'm expecting a question from Mendel's matrix. This is 5-star most important topic. ഓക്കെ ആണോടാ? യെസ്. കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് ഞാനൊരു ടോപ്പിക് പ്രതീക്ഷിക്കുന്നുണ്ട്. താടി, ട്രാൻസ്ഫറബിലിറ്റി, അപ്രോബിലിറ്റി, സസ്റ്റൈനബിലിറ്റി ഓഫ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. കോർ കോമ്പറ്റൻസി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കോർ കോമ്പറ്റൻസി ഇസ് ലെസ് ഇമ്പോർട്ടൻറ്റ് സിൻസ് ഓൾറെഡി കഴിഞ്ഞ അറ്റംപ്റ്റ് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഏരിയാസ് ഇൻ വിച്ച് കോർ കോമ്പറ്റൻസ് ക്യാൻ ബി അച്ചീവ് എന്നൊരു ചോദ്യമുണ്ട്. ഓക്കെ, മറ്റേ എൻറ്റയർ ഓർഗനൈസേഷൻ, കോമ്പറ്റന്റ് ഡിഫറൻസിയേഷൻ, മറ്റേ CK പ്രഹ്ലാദിന്റെ ഒരു ആൻസർ ഇല്ലേ, ആ ഒരു ടോപ്പിക് മാത്രം പഠിച്ചു വെച്ചു. VRCSന്റെ ആൻസർ പഠിക്കണം. കഴിഞ്ഞ അറ്റംപ്റ്റിൽ VRCS ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ടോപ്പിക് പഠിക്കേണ്ട. ഈവൻ കോർ കോമ്പറ്റൻസി ഐ എം നോട്ട് എക്സ്പെക്ടിങ് ഇൻ ദ എക്സാം. ഐ എം നോട്ട് എക്സ്പെക്ടിങ് എനി ക്വസ്റ്റൻ ഇൻ ദ എക്സാം. ഇഫ് അറ്റ് ഓൾ ദേ ആർ ആസ്കിങ്, അത് ഈ ഒരു ചോദ്യമായിരിക്കും. ഓക്കെ, ഐ എം നോട്ട് എക്സ്പെക്ടിങ് ബിക്കോസ് കോർ കോമ്പറ്റൻസി ഓൾറെഡി ടെസ്റ്റഡ് ഇൻ September 24. സോ ഐ എം നോട്ട് എക്സ്പെക്ടിങ് കോർ കോമ്പറ്റൻസി ഇൻ ദ എക്സാം ആക്ച്വലി. പക്ഷേ നിങ്ങൾ റിസ്ക് കുറയ്ക്കാൻ വേണ്ടി ഈ ഒരു ചോദ്യം മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചു. ഓക്കെ, കോർ കോമ്പറ്റൻസി ഐ വിൽ ജസ്റ്റ് ഷോ യു ദാറ്റ്. ഓക്കെ, ഇത് കഴിഞ്ഞ അറ്റംപ്റ്റ് ചോദിച്ചു September 24. ഓക്കെ, സോ ഞാൻ പ്രതീക്ഷിക്കുന്ന ഇത്തവണ ഇതാണ്. ഓക്കെ, കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. ഇനി ഇതിനകത്ത് ഇത് മാത്രം ഒന്ന് നോക്കി വെച്ചു, ഇത് മാത്രം ജസ്റ്റ് നോക്കി വെച്ചു. ഓക്കെ, യെസ്. പിന്നെ എന്താണ് SWOT അനാലിസിസ്? വെരി 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 ഇമ്പോർട്ടൻറ്റ്. സി you look at May 24 MTP RTP, you look at September 24 MTP RTP, there was a question from SWOT analysis. SWOT analysis നിന്നും കേസ് സ്റ്റഡി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് കേസ് സ്റ്റഡി ഈസ് എ യു ഹാവ് ടു അപ്ലൈ യുവർ ബ്രെയിൻ. നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ അവിടെ എന്തൊക്കെ സ്ട്രെങ്ത് ഉണ്ടാവാം, അവിടെ എന്തൊക്കെ വീക്ക്നെസ് ഉണ്ട്, അവിടെ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നിങ്ങൾ സ്വന്തമായിട്ട് ചിന്തിച്ചിട്ട് എഴുതേണ്ട ക്വസ്റ്റനാണ്. സോ അത്തരം ക്വസ്റ്റൻസ് ഓൾറെഡി നമ്മുടെ ക്വസ്റ്റൻ ബാങ്കിൽ 3 ക്വസ്റ്റൻ ഉണ്ട്. നമ്മൾ RTP MTP സെയിം ക്വസ്റ്റൻ തന്നെയാണ്. ആ ക്വസ്റ്റൻ ഞാൻ ക്വസ്റ്റൻ ബാങ്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പ്ലീസ് ഡു ദാറ്റ് ക്വസ്റ്റൻ. ഓക്കെ ആണോടാ? യെസ്. പിന്നെ മൈക്കൽ പോർട്ടേഴ്സ് ജനറിക് സ്ട്രാറ്റജി ആസ് യൂഷ്വൽ, അത് എപ്പോഴും ചോദിക്കാറുണ്ട്. പക്ഷേ ഫോക്കസ് സ്ട്രാറ്റജി അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട. കോസ്റ്റ് ലീഡർഷിപ്പും ഡിഫറൻസിയേഷനും നന്നായിട്ട് പഠിക്കുക. ഫോക്കസ് സ്ട്രാറ്റജി കഴിഞ്ഞ അറ്റംപ്റ്റ് ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഐ എം നോട്ട് എക്സ്പെക്ടിങ്. പിന്നെ മാർക്കറ്റിംഗ് ടെക്നിക്കിനകത്ത് ഓഗ്മെന്റഡ്, റിലേഷൻഷിപ്പ്, സിങ്ക്രോ, ഡിമാർക്കറ്റിംഗ്, ഡയറക്റ്റ് കോൺസെൻട്രേറ്റഡ്, ഈ മാർക്കറ്റിംഗ് ഒന്ന് കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഈ മാർക്കറ്റിംഗ് ഒന്ന് കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഫൈൻ. യെസ്. ഒരു സെക്കൻഡ് കേട്ടോ, എല്ലാം അവിടെ കിടക്കട്ടെ.
ഓക്കെ. പിന്നെ ബെസ്റ്റ് കോസ്റ്റ് പ്രൊവൈഡർ. ഓക്കെ, ബെസ്റ്റ് കോസ്റ്റ് പ്രൊവൈഡർ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് അവർ കേസ് ഡയറക്ട്ലി ചോദിക്കുകയാണെങ്കിൽ സിമ്പിൾ ആണ്, ചിലപ്പോൾ കേസ് സ്റ്റഡി ആയിട്ടൊക്കെ ചോദിക്കും. ഓക്കെ, അപ്പം അത് എഴുതാൻ പറ്റണം നിങ്ങൾക്ക്. ഓക്കെ, ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ചാപ്റ്റർ നമ്പർ 3. ചാപ്റ്റർ നമ്പർ 3 is very small and simple chapter. Okay, so don't ever think of skipping this chapter. Chapter number 4, again another simple chapter. Pakka sure, 100% sure, 110% sure, 200% sure you can expect a question from this matrix. Sir, why sir? കഴിഞ്ഞ അറ്റംപ്റ്റ് ചോദിച്ചിട്ടില്ല, അതിന്റെ മുന്നത്തെ അറ്റംപ്റ്റ് ചോദിച്ചിട്ടില്ല, May 24 ചോദിച്ചിട്ടില്ല, September 24 ചോദിക്കുക. പക്ക ഷുവർ യു കൻ എക്സ്പെക്ട് വൺ ക്വസ്റ്റൻ ഫ്രം ദിസ്. സർ, ഇതിനകത്ത് ഏതാണ് സർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്? എല്ലാം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. 4 മെട്രിക്സ് ഉള്ളൂടാ. ഇനി അതിനകത്ത് നിങ്ങൾ സാമ്പിളിംഗ് കളിക്കല്ലേ, ആ 4 മെട്രിക്സ് നന്നായിട്ട് പഠിക്കും. Make sure you are so comfortable with these 4 metrics. You can expect one 5-mark question. ഒരു 5-mark question you can expect from this. Okay, these are my assumptions. Okay, ഇതൊക്കെ റീസണബിൾ അഷ്യൂറൻസ് മാത്രമേ ഉള്ളൂ. These are my assumptions. But my intuition, as per my intuition, ഇതിൽ നിന്നും ഒരു ചോദ്യം ഉറപ്പായിട്ടുണ്ടാവും. ഓക്കെ ആണോടാ? യെസ്. നെക്സ്റ്റ്, ഗ്രോത്ത് സ്ട്രാറ്റജി. സർ, ഇതിനകത്ത് സ്റ്റെബിലിറ്റി സർ എഴുതിയിട്ടില്ലോ. എടാ, സ്റ്റെബിലിറ്റി കഴിഞ്ഞ അറ്റംപ്റ്റ് ഓൾറെഡി ചോദിച്ചു, റീസൺസ്. ഇനിയിപ്പോൾ ചോദിക്കണമെങ്കിൽ അവർക്ക് ചോദിക്കാൻ പറ്റുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, പക്ഷെ അതും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഓക്കെ, അത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, എക്സാമിന് ചോദിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, സോ ഗ്രോത്ത് സ്ട്രാറ്റജി ഒന്ന് നന്നായിട്ട് പഠിക്കുക. ഗ്രോത്ത് സ്ട്രാറ്റജിയുടെ റീസൺസ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഗ്രോത്ത് സ്ട്രാറ്റജിയുടെ അകത്ത് വരുന്ന വെർട്ടിക്കൽ ഡൈവേഴ്സിഫിക്കേഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നത്, കാരണം May 24 ചോദിച്ചു. സ്ട്രാറ്റജിക് അലയൻസ് നല്ലൊരു ടോപ്പിക്കാണ്, നല്ലൊരു കേസ് സ്റ്റഡി ചോദിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. അഡ്വാൻറ്റേജ്, ഡിസ്അഡ്വാൻറ്റേജ്, ഓൾറെഡി നമ്മൾ ക്വസ്റ്റൻ ബാങ്കിനകത്ത് ക്വസ്റ്റൻസ് ഉണ്ട്. ആ ക്വസ്റ്റൻസ് ഒന്ന് നന്നായിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. കോൺസെൻട്രിക് ഡൈവേഴ്സിഫിക്കേഷൻ, കോജനറിക് മെർജർ, കോൺഗ്ലമറേറ്റ്, ഈ 3 ടോപ്പിക്ക് നന്നായിട്ട് പഠിച്ചു നോക്കാം. ഓക്കെ, ഒരുപാട് കുട്ടികൾക്ക് കോൺസെൻട്രിക്കും ഹോറിസോണ്ടലും ആയിട്ട് കൺഫ്യൂഷൻ വരാറുണ്ട്. ഓക്കെ, കോൺസെൻട്രിക്കും ഹോറിസോണ്ടൽ കൺഫ്യൂഷൻ വരാറുണ്ട്. അതേപോലെ തന്നെ കോജനറിക്കും സ്ട്രാറ്റജിക് അലയൻസ് തമ്മിൽ കൺഫ്യൂഷൻ വരാറുണ്ട്. ഓക്കെ, മേക്ക് ഷുവർ അങ്ങനത്തെ ഒരു ഡൗട്ട്സ് ഉണ്ടാകാൻ പാടില്ല, ക്ലിയർ ചെയ്ത ശേഷം മാത്രം അറ്റൻഡ് ചെയ്യാം. ഓക്കെ, പിന്നെ mergers versus acquisition, വെരി സിമ്പിൾ ടോപ്പിക്. പിന്നെ why divestment? ഐ എം നോട്ട് എക്സ്പെക്ടിങ് എ ക്വസ്റ്റൻ ഫ്രം റിട്രെഞ്ച്മെന്റ് സ്ട്രാറ്റജി. If at all they will be asking, അതിതായിരിക്കും why divestment. Okay ആണോ? I'm not expecting a question, but if at all they are like, okay, കുട്ടികൾ അപ്പൊ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടല്ലേ, റിട്രെഞ്ച്മെന്റ് സ്ട്രാറ്റജി വരില്ല എന്നാണല്ലേ കുട്ടികൾ വിചാരിക്കുന്നത്, എന്നാ പിന്നെ ഇത്തവണ ചോദിച്ചാളെ, അങ്ങനെയും ICI ചിലപ്പോൾ വിചാരിക്കും. അതുകൊണ്ട് ഞാൻ ഇട്ട ടോപ്പിക്കാണ് why divestment. Okay ആണോടാ? Yes. Then comes the most lengthiest chapter from strategic management, chapter number 5. Chapter number 5 see, ഞാൻ കഴിഞ്ഞ തവണ ചാപ്റ്റർ നമ്പർ 5 ഇട്ടപ്പോൾ ഉണ്ടായ പ്രയോറിറ്റി അല്ല ഇത്തവണത്തെ പ്രയോറിറ്റി. ഓക്കെ, കഴിഞ്ഞ തവണ ഞാൻ ഫുൾ പ്രയോറിറ്റി ആയിട്ട് SPM, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഇതൊക്കെ ഇട്ടത്. ഇത്തവണ എൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ SPM ഇല്ല, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഇല്ല. കാരണം കഴിഞ്ഞ അറ്റംപ്റ്റിൽ ചോദിച്ചിട്ടുണ്ട്. സർ, അപ്പൊ SPM ആ ചോദ്യം മാത്രമേ ഉള്ളൂ, വേറെ ചോദ്യങ്ങളൊന്നും ഇല്ല? സർ, ഉണ്ട്, ഒബ്വിയസ്ലി ഉണ്ട്. SPM വേറെ കുറെ ടോപ്പിക്സ് ഉണ്ട്, ലൈക്ക് ഇമ്പോർട്ടൻസ് ഓഫ് SPM ചോദിക്കാം, പക്ഷേ അതൊക്കെ ലീസ്റ്റ് പ്രയോറിറ്റി. ഇതൊക്കെ കഴിഞ്ഞ ശേഷം സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, സോ ഒബ്വിയസ്ലി സ്ട്രാറ്റജിക് ചേഞ്ച് വെരി ഇമ്പോർട്ടൻറ്റ്. സ്ട്രാറ്റജിക് ചേഞ്ചിന്റെ 2 ഏരിയാസ് ഉണ്ട്, ഒന്ന് ഡയറക്ട് ക്വസ്റ്റൻ ഉണ്ട്, ഒന്ന് കേർട്ട് ലൂവിൻസ് ഉണ്ട്. ആ 2 ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കുക. കേർട്ട് ലൂവിൻസ് നന്നായിട്ട് പഠിക്കുക, ഡയറക്ട് ക്വസ്റ്റൻ നന്നായിട്ട് പഠിക്കുക. ഓർഗനൈസേഷണൽ കൾച്ചർ നമ്മുടെ ബുക്കിനകത്ത്, അതായത് നമ്മുടെ ക്വസ്റ്റൻ ബാങ്ക് നോക്കുവാണെങ്കിൽ, ജസ്റ്റ് എ സെക്കൻഡ്, നമ്മുടെ ക്വസ്റ്റൻ ബാങ്ക് നോക്കുവാണെങ്കിൽ ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, ഞാൻ ഇപ്പൊ പറയാം. ഓക്കെ, സ്ട്രാറ്റജിക് ചേഞ്ച് നമ്മുടെ ക്വസ്റ്റൻ ബാങ്ക് വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, ജസ്റ്റ് ഡു ക്വസ്റ്റൻ നമ്പർ 41, ക്വസ്റ്റൻ നമ്പർ 26, 27, 21 മതി. ദാറ്റ്സ് ഇറ്റ്, ഡൺ, സൂപ്പർ ബൈ. നിങ്ങൾ പിന്നെ ആ ടോപ്പിക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഈ 4 ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. കൾച്ചറാണ് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ, കൾച്ചർ ആണെങ്കിൽ ക്വസ്റ്റൻ നമ്പർ 61, 38, ക്വസ്റ്റൻ നമ്പർ 35, ക്വസ്റ്റൻ നമ്പർ 12, ഈ 4 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ 4 ക്വസ്റ്റ്യൻ, 4 ക്വസ്റ്റ്യൻ. ഓക്കെ, കൺട്രോൾ ആണെങ്കിൽ, കൺട്രോൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇത്തവണ ചോദിക്കാൻ നല്ല സ്കോപ്പ് ഉള്ള ഒരു ടോപ്പിക്കാണ് കൺട്രോൾ. ഓക്കെ, യെസ്. അപ്പൊ കൺട്രോളിനകത്ത് എന്തൊക്കെയാണ് നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ, കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ 42, 43, 24, 5, 7, 3. സർ, ഇത് കുറെ ഉണ്ടല്ലോ സർ ക്വസ്റ്റ്യൻ. ആടാ, കാരണം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺട്രോൾ ഉണ്ടല്ലോ. പ്രിമൈസ് കൺട്രോൾ, ഓപ്പറേഷണൽ കൺട്രോൾ, മാനേജ്മെന്റ് കൺട്രോൾ. സോ എല്ലാ ടോപ്പിക്സും നമ്മുടെ ക്വസ്റ്റൻ ബാങ്കിൽ ഉണ്ട്. അപ്പൊ ഈ ഒരു 1, 2, 3, 4, 5, 6 6 ക്വസ്റ്റ്യൻ ചെയ്താൽ ആ ടോപ്പിക് സെറ്റ്. ലീഡർഷിപ്പ്, ഐ എം എക്സ്പെക്ടിങ് എ ക്വസ്റ്റ്യൻ ഫ്രം ലീഡർഷിപ്പ്. ലീഡർഷിപ്പിൽ ആകെ എന്തേ ഉള്ളൂ? റോള്, റെസ്പോൺസിബിലിറ്റി, ട്രാൻസ്ഫോർമേഷൻ, ട്രാൻസാക്ഷൻ. റോള്, റെസ്പോൺസിബിലിറ്റി, ട്രാൻസ്ഫോർമേഷൻ, ട്രാൻസാക്ഷൻ, ഈ 4 ടോപ്പിക് പഠിക്കാം. ഓക്കെ, ഇതിൽ നിന്നും മോസ്റ്റ്ലി ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും, ബട്ട് ചിലപ്പോൾ ഒരു കേസ് സ്റ്റഡി ലിങ്ക്ഡ് ആയിരിക്കും. ഓക്കെ, കേസ് സ്റ്റഡി ലിങ്ക്ഡ് ആയാലും അതും സംവാട്ട് വെരി സിമിലർ ടു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും. ഓക്കെ, പിന്നെ ഫോർവേഡ് ലിങ്കേജ്, ബാക്ക്വേർഡ് ലിങ്കേജ്, ഇറ്റ്സ് എ സ്മോൾ ടോപ്പിക്. ഫോർവേഡ് ലിങ്കേജ്, ബാക്ക്വേർഡ് ലിങ്കേജ്, യു ക്യാൻ ജസ്റ്റ് ഡു ക്വസ്റ്റ്യൻ നമ്പർ 57. ഐ തിങ്ക് 57 ആണ് തോന്നുന്നു. ജസ്റ്റ് എ സെക്കൻഡ്. ക്വസ്റ്റ്യൻ നമ്പർ 57 അത് മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ നമ്പർ 57 മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നും വേണ്ട. ഓക്കെ, SM model, just question number 44, 28, 10. Done.
ഓക്കെ, എസ് എം മോഡൽ. എസ് എം മോഡൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒന്ന് ജസ്റ്റ് സ്റ്റേജസ് 5 സ്റ്റേജസിന്റെ പേര് നന്നായിട്ട് പഠിക്കുക. 5 സ്റ്റേജസിന്റെ പേര് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, എന്താണ് എസ് എം മോഡൽ, ആ ഡെഫിനേഷൻ പഠിക്കുക. എസ് എം മോഡൽ ആ ഡയഗ്രാം നന്നായിട്ട് പഠിക്കണേ. ഡയഗ്രാം മറക്കരുത്. പിന്നെ സ്ട്രാറ്റജിക് എക്സിക്യൂഷന്റെ സ്റ്റെപ്പ് ഉണ്ട്. ഡെവലപ്പിംഗ് ദ ബഡ്ജറ്റ്, സ്റ്റാഫിംഗ് ദ ഓർഗനൈസേഷൻ, പിന്നെന്താണ് ഇൻസ്റ്റാളിംഗ് ദ ഇൻഫോർമേഷൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മോട്ടിവേറ്റിംഗ് ദ എംപ്ലോയീസ്, ക്രിയേറ്റിംഗ് എ ഗുഡ് വർക്ക് കൾച്ചർ. ഓർക്കുന്നുണ്ടോടാ? പിന്നെന്താണ് യൂസിംഗ് ദ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ദാറ്റ് വുഡ് ഫെസിലിറ്റേറ്റ് റാദർ ദാൻ ഇംപീഡ്. കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, പിന്നെ എസ് എഫ് എസ് എസ് ഐ മെട്രിക്സ്, എഫിഷ്യൻസി വേഴ്സസ് എഫക്റ്റീവ്നെസ് മെട്രിക്സ്. ഓക്കെ, അത് നന്നായിട്ട് നോക്കാം. അതിന്റെ ഡയഗ്രാം വിത്ത് ഡയഗ്രാം. ഓക്കെ, വിത്ത് ഡയഗ്രാം പഠിക്കുക. ഓക്കെ, സ്ട്രക്ചറിനകത്ത് എസ് ബി ഒ സ്ട്രക്ചർ, ഹവർ ഗ്ലാസ് സ്ട്രക്ചർ, മൾട്ടി ഡിവിഷൻ സ്ട്രക്ചർ, ഈ 3 സ്ട്രക്ചറാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ ഈ ഒരു 3 ടോപ്പിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മെട്രിക്സും കൂടി ആഡ് ചെയ്യാം കേട്ടോ. മെട്രിക്സ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, പക്ഷേ മെട്രിക്സും കൂടി നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, മെട്രിക് സ്ട്രക്ചറും കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്ത ടോപ്പിക് ഉണ്ട്. എസ് പി എം ഉണ്ട്, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഓക്കെ, എസ് പി എം ഐ ഡോണ്ട് തിങ്ക് ദേ വിൽ ബി ആസ്കിംഗ് ബിക്കോസ് വാട്ട് ഈസ് എസ് പി എം, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് എസ് പി എം ഓൾറെഡി കഴിഞ്ഞ അറ്റംപ്റ്റ് ചോദിച്ചു. ഇനി അവർ ചോദിക്കില്ല. ഈ അറ്റംപ്റ്റ് വീണ്ടും അവർ എസ് പി എം ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് 90% കുറവാണ്. ബട്ട് സ്റ്റിൽ ദാറ്റ്സ് എ 10%. സോ അതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ ഇമ്പോർട്ടൻസ് ഓഫ് എസ് പി എം ഒന്ന് പഠിക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് എസ് പി എം, മറ്റേ രാഗി ഇല്ല, രാഗി ഓർക്കുന്നുണ്ടോ? രാഗി റിസോഴ്സ് അലോക്കേഷൻ, അക്കൗണ്ടബിലിറ്റി, ഗോൾ അലൈൻമെന്റ്, ഇംപ്രൂവ്മെന്റ്, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്, ആ സംഭവം നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കാം. ഓക്കെ ആണോടാ? യെസ്. സോ ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എന്ന രീതിയിൽ ചാപ്റ്റർ നമ്പർ ഈ ഓരോ ചാപ്റ്ററിനകത്തും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണോടാ? സോ ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 3, ചാപ്റ്റർ 4, ചാപ്റ്റർ 5, 5 ചാപ്റ്റേഴ്സ്. ഓക്കെ ആണോടാ? ഇനി ടിപ്സ് while you are writing SM paper. First one, attend the MCQs first. Attend the MCQs first. First you have to attend the MCQ. Okay, don't skip any chapter. ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇഫ് അറ്റ് ഓൾ യു ആർ പ്ലാനിങ് ടു സ്കിപ്പ് എനി ചാപ്റ്റർ, സർ ഞാൻ ചാപ്റ്റർ 5 സ്കിപ്പ് ചെയ്യാണ് സർ, എനിക്ക് പറ്റില്ല സർ, ചാപ്റ്റർ 5 പറ്റുന്നില്ല സർ. ഓക്കെ, സ്കിപ്പ് ചെയ്തോ. പക്ഷെ ഒരു കാര്യം ചെയ്യാം, ഒന്ന് നമ്മുടെ ചാർട്ട് ബുക്ക് എടുക്കുക. നമ്മുടെ യൂട്യൂബിൽ റിവിഷൻ വീഡിയോസ് ഉണ്ട്. ആ റിവിഷൻ വീഡിയോ വെച്ചിട്ട് ആ ചാർട്ട് ബുക്ക് ഒരു തവണ കേട്ടാൽ മതി, ഒറ്റ തവണ കേട്ടാൽ മതി. ഓക്കെ, എൻറ്റയർ റിവിഷൻ വീഡിയോ ഹാസ് ബീൻ കംപ്ലീറ്റഡ് ഇൻ ജസ്റ്റ് 6.5 hours. ദാറ്റ് ടു ചാപ്റ്റർ വൈസ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫോർ യുവർ ബെനിഫിറ്റ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചാപ്റ്റർ വൈസ് ആണ്. മാരത്തോൺ ഒന്നും നിങ്ങൾ ഇരുന്ന് ടൈം സ്റ്റാമ്പ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ചാപ്റ്റർ വൈസ് അവൈലബിൾ ആണ്. സോ ആ ചാപ്റ്റർ വൈസ് ഉള്ളതിൽ ഏത് ചാപ്റ്റർ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്, ചാർട്ട് ബുക്ക് ഞാൻ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് PDF. ഓക്കെ, നിങ്ങൾക്ക് അവിടെ നിന്ന് പ്രിന്റ് ചെയ്തെടുക്കാം. ഓക്കെ, സോ PDF ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. റിവിഷൻ വീഡിയോ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഈ റിവിഷൻ വീഡിയോ പ്ലസ് ചാർട്ട് ബുക്ക് വെച്ചിട്ട് മാത്രം ഒരുപാട് കുട്ടികൾ നമ്മുടെ പാസ്സായിട്ടുണ്ട്. ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വന്നിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹൈലൈറ്റ് എടുത്ത് കാണാൻ പറ്റും. സോ ഒരുപാട് കുട്ടികൾ പാസ്സായിട്ടുണ്ട്. സോ മേക്ക് യൂസ് ഓഫ് ദീസ് ഫ്രീ റിസോഴ്സസ്. പ്ലീസ് മേക്ക് യൂസ് ഓഫ് ദീസ് ഫ്രീ റിസോഴ്സസ്. ഓക്കെ, പിന്നെ കേസ് സ്റ്റഡിയുടെ ഫോർമാറ്റ് ഒക്കെ ആണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ, ജസ്റ്റ് സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം. കേസ് സ്റ്റഡിന്റെ ഫോർമാറ്റ് നിങ്ങൾ എന്താ ശ്രദ്ധിക്കണം. കേസ് സ്റ്റഡിയുടെ ഫോർമാറ്റിനകത്ത് എപ്പോഴും ഒരു കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഡയറക്ട് ക്വസ്റ്റൻ അല്ലാത്തത്, അതായത് ഏതൊരു ആളുടെ പേര് ABC കമ്പനി, മിസ്റ്റർ സിൻഹ, മിസ്റ്റർ സഞ്ജയ്, കാരണം എന്തെങ്കിലും പേരുണ്ടാവും. ആദ്യം ക്വസ്റ്റനകത്തുള്ളത് തന്നെ എഴുതി വെക്കാം, ഫാക്ട്സ് എഴുതി വെക്കാം. അവിടെ എന്താണോ ചോദ്യം അതന്നെ എഴുതി വെക്കാം. ഓക്കെ, പിന്നെ അതിന് ആൻസർ എഴുതി വെക്കാം. ചില സമയത്ത് അവർ ചോദിക്കും ഇതിൽ ഏത് സ്ട്രാറ്റജിയാണ്, കോസ്റ്റ് ലീഡർഷിപ്പ് ആണോ, ഡിഫറൻസിയേഷൻ ആണോ, ഫോക്കസ് ആണോ, ഏതാണോ ചോദിക്കുക അതിന്റെ ആൻസർ പറയാം. ഇനിയിപ്പോൾ കോസ്റ്റ് ലീഡർഷിപ്പ് ആണെങ്കിൽ അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കാം. സോ ഈ ഒരു ഫോർമാറ്റ് മാക്സിമം ഫോളോ ചെയ്യാം. ഫാക്ട്സ്, ആൻസർ, എക്സ്പ്ലനേഷൻ, ഫാക്ട്സ്, ആൻസർ, എക്സ്പ്ലനേഷൻ. അപ്പൊ ഫാക്ട്സ് ഒരു കുഞ്ഞു പാരഗ്രാഫ്, ഒരു 2 വരി 3 വരി ഫാക്ട്സ് എഴുതാം. ഫാക്ട്സിന് ഒരു മാർക്ക് ഉണ്ട്. ഫാക്ട്സ് എവിടെ നിന്ന് കിട്ടും സാർ? എടാ ക്വസ്റ്റ്യൻ തന്നെ എഴുതി വെച്ചാൽ മതി. ക്വസ്റ്റ്യൻ തന്നെയാണ് ഫാക്ട്സ്. ക്വസ്റ്റ്യനകത്ത് എന്താണോ പറഞ്ഞത് അതൊന്ന് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, പിന്നെ ആൻസർ എഴുതാം. എന്താണോ അവിടെ ചോദിക്കുന്നത്. ചില സമയത്ത് സ്ട്രാറ്റജി ആയിരിക്കാൻ ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ അവിടെ ചോദിക്കും ഏത് മാർക്കറ്റിംഗ് ടെക്നിക്കാണ്, ഓഗ്മെന്റഡ് ആണോ, റിലേഷൻഷിപ്പ് ആണോ, അതാണ് അത് അവിടെ എഴുതാം. പിന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കാം. ഓക്കെ, ഈ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ മേക്ക് ഷുവർ യു വാച്ച് ദ റിവിഷൻ വീഡിയോസ്. നമ്മുടെ റിവിഷൻ വീഡിയോസ് ഇസ് എ ഗെയിം ചേഞ്ചർ ആണ്. ഒരുപാട് കുട്ടികളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പ്ലീസ് ദാറ്റ് വിൽ ബി സംടൈംസ് യു വിൽ ബി ഫീലിംഗ് ലൈക്ക് മടുത്ത് സർ, പഠിക്കാൻ പറ്റുന്നില്ല സർ. ആ സമയത്ത് ജസ്റ്റ് ഒന്ന് റിവിഷൻ വീഡിയോ നോക്കുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ പഠിത്തം സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. സോ വാട്ട് യു ക്യാൻ ഡു, you can go and watch revision videos. Okay, then make sure you are always having a positive mindset. എപ്പോഴും കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുക. കാരണം this is the time where all the negative things sometimes may come in your life. നിങ്ങൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറഞ്ഞത്. എനിക്ക് എൻ്റെ പരീക്ഷയുടെ സമയത്ത് എൻ്റെ ജീവിതത്തിൽ എല്ലാ നെഗറ്റീവ്സും വന്നത്. വീട്ടിലെ പ്രശ്നം, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം. സോ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുമിച്ച് വരുന്ന ഒരു സമയമാണ് ഈ എക്സാം ടൈം. സോ മേക്ക് ഷുവർ യു ആർ ഹാവിംഗ് എ പോസിറ്റീവ് മൈൻഡ് സെറ്റ്. നെവർ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡ് ആണ്. കൺസിസ്റ്റൻസി ഈസ് ദ കീ. ഓക്കെ ആണോ? യെസ്. ടേക്ക് ബ്രേക്സ്. എടാ ബ്രേക്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഒരു 1 hour 2 hour സ്ട്രെച്ച് ചെയ്ത് പഠിച്ചാൽ ഒരു മാക്സിമം ഒരു 10 minutes, ഒരു 10 to 15 minutes ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കാം.
ഒന്ന് പോയിട്ട് ഒന്ന് പുറത്തു പോയിട്ട് നല്ല ഒരു ചെറിയൊരു ബ്രീതിങ് എക്സസൈസ് ചെയ്യുക, അമ്മേനോട് സംസാരിക്കുക, അച്ഛനോട് സംസാരിക്കുക, ഫ്രണ്ട്സിനോട് കൂടുതൽ സംസാരിക്കാതിരിക്കുക. കാരണം ചില സമയത്ത് ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ പാനിക് അടിച്ചു പോകും. സോ സംസാരിക്കാതിരിക്കുക. നല്ല പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരോട് സംസാരിക്കുന്നതുകൊണ്ട് നല്ലത് തന്നെയാണ്. പിന്നെ എന്താണ്, പ്രയോറിറ്റൈസ് യുവർ സ്ലീപ്പ്, ഹെൽത്ത്, ഗുഡ് ഫുഡ്. ഹെൽത്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് നമ്മൾ പഠിക്കാൻ വേണ്ടി ചില സമയത്ത് ഉറക്കൊഴിഞ്ഞ് പഠിക്കും, ഫുഡ് പോലും കഴിക്കാതെ പഠിക്കും. അങ്ങനെ ചെയ്യരുത്. കാരണം ആഫ്റ്റർ ഓൾ നിങ്ങളുടെ ബോഡിയാണ്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ശരീരം വേണം. സോ നല്ലപോലെ ഉറങ്ങുക, അത്യാവശ്യം നന്നായിട്ട് ഉറങ്ങുക, നല്ലപോലെ ഹെൽത്ത് നോക്കുക, നല്ല ഫുഡ് കഴിക്കുക. ഓക്കെ, പുറത്തുനിന്നുള്ള ഫുഡൊക്കെ മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക. എക്സാം അടുത്തായി, സോ എന്തെങ്കിലും ഒരു രീതിയിൽ പണി കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ഹാവ് ഗുഡ് ഫുഡ്. ഓക്കെ, ആൻഡ് ഫൈനലി ട്രസ്റ്റ് യുവർ പ്രോസസ്. Trust your process because that is the only thing which is in our hand. Result is not in our hand. So trust your process. Keep working. Trust your process and leave the rest to. Okay, yes, so that's all for this particular video. If you are having any doubts relating to this subject, you can WhatsApp me. Obviously കുറേ മെസ്സേജുകൾ വരുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടി ചോദിക്കാനുള്ള പേഷ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാവണം. സോ ഒന്നും കൂടി ചോദിക്കുക, ഐ വിൽ ഡെഫിനറ്റ്ലി റിപ്ലൈ. മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും. ഇൻ കേസ് ഞാൻ വിട്ടുപോയാൽ സാറിന് ഭയങ്കര ജാടയാണോ സാർ, എനിക്ക് മാത്രം റിപ്ലൈ തരില്ല എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഒന്നും കൂടി ജസ്റ്റ് ചോദിച്ചാൽ മതി, ഐ വിൽ റിപ്ലൈ. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോയുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സോ എനിവേ, ഹാപ്പി ലേണിംഗ്. സോ ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ ആണോടാ?